ഞങ്ങൾ കോസ്റ്റ്ഫോർഡിൻ്റെ ഒരു സെമിനാറെ സംബന്ധിച്ച് വിവരങ്ങൾ തരുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഞാൻ പരിചയപ്പെടുത്താം. ഞാൻ സുധാകരൻ, കോസ്റ്റ്ഫോർഡ് ഡയറക്ടറാണ്. ചന്ദ്രബാബു അറിയാം, ഡിംബറിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. മാത്യു കോസ്റ്റ്ഫോർഡിലെ ഭാഗമാണ്. മാത്യു. അപ്പോൾ മറ്റന്നാൾ തിങ്കളാഴ്ച കോസ്റ്റ്ഫോർഡിൻ്റെയും അതുപോലെ തന്നെ കോസ്റ്റ്ഫോർഡിൽ തന്നെ പ്രവർത്തിക്കുന്ന അച്യുതമേനോൻ പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെയും നേതൃത്വത്തിൽ ഒരു ഏകദിന സെമിനാർ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദിന സെമിനാർ പ്രാദേശിക ഭരണവും ഉൾച്ചേർന്ന വികസനവും എന്നതാണ് വിഷയം. അപ്പോൾ കോസ്റ്റ്ഫോർഡ് ഈ ജനകീയ ആസൂത്രണം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ജില്ലാ പഞ്ചായത്ത് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ തുടങ്ങിയ റിസോഴ്സ് മാപ്പിംഗ് എന്ന് പറയുന്ന പരിപാടി തുടക്കം മുതൽ തന്നെ ഈ ആസൂത്രണവും അധികാര കേന്ദ്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. അതുപോലെ തന്നെ 95 നമുക്കറിയാം, ആദ്യത്തെ ഈ 73-74 ഭരണഘടന ഭേദഗതിക്ക് ശേഷമുള്ള പഞ്ചായത്തുകൾ അതുപോലെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങൾ നിലവിൽ വന്നു. അന്ന് വളരെ വ്യാപകമായി ഇത് സംബന്ധിച്ചുള്ള പഠന പരിപാടികളും പരിശീലന പരിപാടികളെല്ലാം കോസ്റ്റ്ഫോർഡ് നടത്തി. പിന്നെ നമുക്ക് ഈ കുടുംബശ്രീക്ക് വരുന്നത് 98-ലാണ്. അതിന് മുമ്പ് തന്നെ സ്ത്രീ ശാക്തീകരണത്തിനായി ഒരുപാട് സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിക്കുന്നത് കോസ്റ്റ്ഫോർഡാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ കുടുംബശ്രീ ആ രീതിയിൽ രൂപീകരിക്കുന്ന മുമ്പ് തന്നെ ഇവിടെ നമ്മൾ ഈ സ്ത്രീ ശാക്തീകരണത്തിനായി SHGകൾ ഒരുപാട് തൃശ്ശൂർ ജില്ലയിൽ സംഘടിപ്പിച്ചു. അങ്ങനെ അധികാര വികേന്ദ്രണവും അതുപോലെ തന്നെ സ്ത്രീ ശാക്തീകരണം എന്ന വിഷയത്തിലും പരിസ്ഥിതി, അതുപോലെ വയോജനങ്ങളുടെ പ്രശ്നങ്ങൾ, അതുപോലെ ഭിന്നശേഷി ഉള്ള ആൾക്കാരുടെ പ്രശ്നങ്ങൾ, ഇക്കാര്യത്തിലെല്ലാം ഇടപെട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് കോസ്റ്റ്ഫോർഡ്. അതിന് നേതൃത്വത്തിൽ നമ്മൾ തിങ്കളാഴ്ച ഒരു വലിയ സെമിനാർ സംഘടിപ്പിക്കുകയാണ്. ഈ വിഷയത്തെ സംബന്ധിച്ച് വളരെ ആധികാരികമായി സംസാരിക്കാൻ കഴിയുന്ന ആൾക്കാരാണ് ഇതിൽ പങ്കെടുക്കുന്നവരെല്ലാം തന്നെ. അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ശ്രീ കെ രാധാകൃഷ്ണൻ MP ആണ്. നമുക്കറിയാവുന്ന പോലെ അദ്ദേഹം ജില്ലാ കൗൺസിലിൻ്റെ പ്രതിനിധിയായിരുന്നു. അങ്ങനെയാണ് പുള്ളിയുടെ ആ രീതിയിലുള്ള തുടങ്ങുന്നത്. ജില്ലാ പ്രതിനിധിയാണ്. ഡോക്ടർ തോമസ് ഐസക്കാണ് ജനകീയ ആശ്രമത്തിൻ്റെ ശില്പി ഉള്ള ഒരാളാണ്. അതുപോലെ രവീന്ദ്രൻ മാഷാണ്. രവീന്ദ്രൻ മാഷ് അതുപോലെ തന്നെ നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാണ്. ഒരു വിദ്യാനന്ദ സാറാണ്. അതുപോലെ ശാരദാ മുരളീധരൻ, 2 ചീഫ് സെക്രട്ടറിമാർ പങ്കെടുക്കുന്നുണ്ട്. അവരെല്ലാം ഈ അധികാര വികേന്ദ്രീകരണവും ജനകീയ ആശ്രമവുമായി ബന്ധപ്പെട്ട് വേണ്ട കാര്യങ്ങളെല്ലാം, നിയമങ്ങളും ചട്ടങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കിയ വ്യക്തികളാണ് അവരെല്ലാം. അതുപോലെ തന്നെ 7ാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ഹരിലാൽ, പ്ലാനിംഗ് ബോർഡ് അംഗം ജിജു പി അലക്സ്, ബിനി സുകുമാർ, പ്ലാനിംഗ് ബോർഡ് അംഗങ്ങൾ, ഇവരെല്ലാം പങ്കെടുക്കുന്നുണ്ട്. ഇതിൻ്റെ അച്യുതമേനോൻ പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ ചെയർമാൻ രാമൻകുട്ടിയാണ്. വി രാമൻകുട്ടി ഇതിൻ്റെ അധ്യക്ഷനുണ്ട്. അതുകൂടാതെ കിരിയുടെ മുൻ ഡയറക്ടർ ജോയി ഇളവൻ പങ്കെടുക്കും. അങ്ങനെ ഈ ജനകീയ ആശ്രമവും അതുപോലെ അധികാര വികേന്ദ്രവുമായി ബന്ധപ്പെട്ട് വളരെ ആധികാരിക സംസാരിക്കാൻ കഴിയുന്ന ആൾക്കാരെയാണ് ഉദ്ദേശിച്ചിട്ടാണ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സെമിനാറാണ് നടക്കുന്നത്. പ്രധാനമായും ഈ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളെയും, അതായത് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളെയും ജനപ്രതിനിധികളെയും, അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അധികാര വികേന്ദ്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അക്കാഡമിക് വിദഗ്ധരെയും ആക്ടിവിസ്റ്റുകളെയും എല്ലാം ഉദ്ദേശിച്ചിട്ടുള്ള ഒരു സെമിനാറാണ് നടക്കുന്നത്. നമ്മൾ എല്ലായിടത്തും അറിയിപ്പ് നടത്തുന്നുണ്ട്. 111 തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഉള്ളത്. 111 തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും നമ്മൾ അറിയിപ്പ് നടത്തിയിട്ടുണ്ട്. തൃശ്ശൂരുള്ള നഗരസഭകൾ, കോർപ്പറേഷൻ നേരെ പങ്കെടുക്കാന്നാണ് പറഞ്ഞത്. അത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മുഴുവൻ അംഗങ്ങളും പങ്കെടുക്കാൻ കഴിയില്ല. കാരണം എല്ലാ ചെയർപേഴ്സൺ പിന്നെ കുറച്ച് അംഗങ്ങൾ, 3-4-5 അംഗങ്ങൾ പങ്കെടുക്കുക എന്നുള്ളതാണ് പറഞ്ഞത്. കോസ്റ്റ്ഫോർഡാണ് വേദി.
കിലയിൽ ഇന്നും നടക്കുന്നുണ്ട്. അല്ല, കിലയുടെ പെർസ്പെക്റ്റീവ് കുറച്ചുകൂടെ വ്യത്യാസമുണ്ടല്ലോ. കില അവരുടെ സ്ട്രക്ചേർഡ് കാര്യങ്ങളാണ്. പക്ഷെ ഇത് നമ്മളിത് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ഇവരുടെ ഒരു ഹാൻഡ് ഹോൾഡിങ് അപ്രോച്ച്. ഈ പുതിയ പ്രോജക്ട്സ് ഇപ്പം എമർജിങ് ഏരിയാസ് ഉണ്ട് ഡെവലപ്മെന്റ്. ആ എമർജിങ് ഏരിയാസിൽ ഇപ്പം ജെറിയാട്രിക് കെയർ ആയാലും ഭിന്നശേഷി ആയാലും ട്രാൻസ്ജെൻഡർ ആയാലും സ്കില്ലിങ് ആയാലും ഇപ്പം നമ്മൾ പഴയ തൊഴിലുറപ്പ് പോലെ ഇപ്പോഴും ആ പദ്ധതിയിലും പഴയ ഉണ്ടായിരുന്ന പോലെ സ്കില്ലിങ് കമ്പോണൻസ് ഉണ്ട്. അപ്പം ഇവിടെ തൊഴിലുറപ്പ് നടത്തുന്നതൊക്കെ ആദ്യം ഈ കൺസ്ട്രക്ഷൻ മേഖല തൊഴിലാളികളെ പിന്നെ മേസണറി ട്രെയിനിങ് ആയി കൊടുത്ത കോസ്ഫോർഡാണ്. അപ്പൊ അത്തരം ലേബർ സ്കില്ലിംഗ് പ്രോഗ്രാംസ് ഒക്കെ കോസ്ഫോർഡിന് ചെയ്യാം. കിലയ്ക്ക് ചെയ്യാൻ കഴിയാത്ത കുറെ കാര്യങ്ങൾ കോസ്ഫോർഡ് ചെയ്യാം. അതിനെ ഒന്ന് ഫെമിലൈസ് ചെയ്യാൻ നമുക്ക് പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ ഇപ്പൊ ഈ ബഡ് സ്കൂളുകളുടെ കൺസ്ട്രക്ഷൻ അതൊക്കെ കോസ്ഫോർഡാണ് നന്നായിട്ട് ഫീൽഡിൽ ചെയ്യാൻ ഗൈഡൻസ് കൊടുക്കാൻ പറ്റുക. അത്തരമൊരു അവബോധം തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് ഈ പരിപാടിയുടെ നമ്മുടെ ഉദ്ദേശം. ഞാനത് ഇതിലൊന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മുടെ ഈ 30 വർഷമാകാൻ പോകുന്നു ഈ വർഷം ജനകീയാസൂത്രണം തുടങ്ങിയിട്ട്. അപ്പൊ ആ ജനകീയാസൂത്രണത്തിന്റെ ഒരു പിന്നെ ഇതില് പഞ്ചായത്തുകളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രോജക്ട്സിന്റെ കാര്യത്തിൽ ഈ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ് ഒരു മെക്കാനിസം ഉണ്ട്, അത് നടക്കും. അതേപോലെ ഞാൻ പറഞ്ഞ സ്ത്രീ ശാക്തീകരണം, ട്രാൻസ്ജെൻഡർ, പിന്നെ നമ്മുടെ പിന്നെ ഭിന്നശേഷിക്കാർ, ഇതുപോലുള്ള ഇത് അറിയാതെ തന്നെ അത് മനഃപൂർവ്വം അല്ലാത്ത രീതിയിൽ ഒഴിവാക്കപ്പെടും. അപ്പൊ അത്തരം ഏരിയകൾ അവരെ കൂടി ഉൾച്ചേർത്തുകൊണ്ട് അതിന് ഉതകുന്ന തരത്തിലുള്ള പദ്ധതിയും അതിന്റെ ഓറിയന്റേഷനും വേണമെന്ന നിലയിലാണ് കോസ്ഫോർഡിൽ കാണുന്നത്. അതുപോലെ തന്നെ അപ്പൊ അത്തരം മേഖലകളിൽ വേണമെങ്കിൽ കോസ്ഫോർഡിന് തീർച്ചയായിട്ടും തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഒരു കൺസൾട്ടൻസി സപ്പോർട്ടും ട്രെയിനിങ് സപ്പോർട്ടും കൊടുക്കാൻ കഴിയും. അതാണ് അതിന്റെ രീതിയിൽ നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും ചെയ്യാൻ കഴിയുന്ന മേഖലയാണ്. തീർച്ചയായും ഇപ്പൊ ഞാൻ പറഞ്ഞ അറിയാലോ, ഇപ്പം ഈ ഞങ്ങളൊക്കെ തന്നെ ജനകീയാസൂത്രണം തുടങ്ങിയ മേഖലയിൽ പല വേഷത്തിലുള്ള ആളുകൾ. അപ്പൊ ഇതില് പ്രധാന പ്രശ്നം ഉത്തരവുകൾ ഉണ്ടെങ്കിലും ഇത് പ്രായോഗികതയിൽ എത്തിക്കാനായിട്ടുള്ള പ്രായോഗികമായ പ്രോജക്റ്റ് തയ്യാറാക്കലും നടപ്പാക്കലും ഒരു വലിയ ചലഞ്ചാണ്. അതിന് ഒരു കണക്റ്റിംഗ് ആയിട്ടും അതിന് സപ്പോർട്ടിംഗ് ആയിട്ടും പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതിനൊരു ഓറിയന്റേഷൻ കൊടുക്കുക. ശരി, താങ്ക് യു.